നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ പ്രവാസികൾ ഉൾപ്പെടെ നിരവധി പേർ ജോലിക്ക് പോകാനായും മറ്റും മെട്രോയെ ആശ്രയിക്കുന്നവരാണ്. ഇത്തരത്തിൽ ദുബായിൽ ഒരു ദിവസം അത്യാവശ്യങ്ങൾക്കായി ഒന്നിൽ കൂടുതൽ യാത്രകൾ നിങ്ങൾക്കൊക്കെ ചെയ്യേണ്ടതായും വന്നേക്കാം. ഇതുവഴി ഓരോ തവണയും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പണം ചിലവായേക്കാം. എന്നാൽ അത്തരത്തിൽ ഓരോ തവണയും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് അൺലിമിറ്റഡായി യാത്ര ചെയ്യാൻ അവസരമുണ്ട്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു യാത്രാ പാസ് വാങ്ങുക എന്ന് മാത്രമാണ്. യാത്രാ പാസ് നൽകുന്നത് ദുബായിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ്. നിങ്ങൾക്ക് ഇത് RTA-യുടെ നോൾ പേ ആപ്പ് വഴിയോ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്നോ ഓൺലൈനായും വാങ്ങാം. സ്ഥിരമായി മെട്രോ ഉപയോഗിക്കേണ്ടി വരുന്ന താമസക്കാരനായാലും അല്ലെങ്കിൽ ഒരു ദിവസം മാത്രം ദുബായ് സന്ദർശിക്കുന്ന വിനോദസഞ്ചാരിയായാലും നിങ്ങൾക്ക് ഈ പാസ് ലഭിക്കും. RTA അറിയിപ്പ് പ്രകാരം നിങ്ങൾ നിലവിൽ കൈവശം വച്ചിരിക്കുന്ന ഏത് നോൾ കാർഡിലും യാത്രാ പാസ് ലഭിക്കും. കാർഡ് സിൽവർ, ബ്ലൂ, ഗോൾഡ് എന്നിങ്ങനെ ഏതായാലും പാസുകൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു നോൾ കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് ടിക്കറ്റ് വാങ്ങാം. ഒരു സിംഗിൾ ട്രിപ്പ് ടിക്കറ്റ് ആണ് റെഡ് ടിക്കറ്റ്. സാധാരണയായി റെഡ് ടിക്കറ്റ് ഒരു യാത്രയ്ക്കുള്ളതാണെങ്കിലും അത് ഒരു യാത്രാ പാസ്സാക്കി മാറ്റാൻ നിങ്ങൾക്ക് കൗണ്ടർ ഏജന്റിനോട് അഭ്യർത്ഥിക്കാം. ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അന്നേ ദിവസം നിങ്ങൾക്ക് 5 യാത്രകൾ വരെ മെട്രോയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഒരു യാത്രാ പാസ് ഉണ്ടെങ്കിൽ എമിറേറ്റിൽ ഉടനീളമുള്ള ബസ്സുകൾ ഒഴികെ പൊതുഗതാഗതത്തിന്റെ ഏത് ലൈനിലും നിങ്ങൾക്ക് ഒന്നിലധികം യാത്രകൾ നടത്താവുന്നതാണ്. യാത്രാ പാസിന്റെ കാലാവധി എന്ന് പറയുമ്പോൾ നോൾ റെഡ് ടിക്കറ്റുകൾക്ക് ഒരു ദിവസം, രജിസ്റ്റർ ചെയ്യാത്ത നോൾ സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് കാർഡിന് 7 ദിവസം, രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ പേഴ്സണൽ നോൾ കാർഡുകൾക്ക് 30 ദിവസം, 90 ദിവസം അല്ലെങ്കിൽ 365 ദിവസം വരെയാണ് കാലാവധി. യാത്രാ പാസ് വാങ്ങാൻ 3 വഴികളാണ് ഉള്ളത്. ഒന്നുകിൽ ആപ്പിൾ, ആൻഡ്രോയിഡ്, ഹുവായി ഫോണുകളിൽ നോൾ പേ ആപ്പ് വഴി കാർഡ് വാങ്ങാം, അല്ലെങ്കിൽ ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകൾ വഴിയോ അതുമല്ലെങ്കിൽ ടിക്കറ്റ് ഓഫീസ് മെഷീനുകൾ വഴിയോ സ്വന്തമാക്കാം. ഒരു യാത്രാ പാസ് വാങ്ങുമ്പോൾ നിങ്ങൾ എത്ര സോണുകളിലേക്ക് യാത്ര ചെയ്യണം എന്നത് മുൻകൂട്ടി തന്നെ തിരഞ്ഞെടുക്കണം. ദുബായ് പൊതുഗതാഗതം 7 സോണുകളായി തിരിച്ചിരിക്കുന്നു. ഓരോ സോണിലും മെട്രോ സ്റ്റേഷനുകൾ, ബസ് സ്റ്റേഷനുകൾ, ട്രാം സ്റ്റേഷനുകൾ, വാട്ടർ ബസ് സ്റ്റേഷനുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. പാസുകൾക്കൊപ്പം നിങ്ങൾക്ക് ഒരു സോണിലോ 2 സോണുകളിലോ അല്ലെങ്കിൽ എല്ലാ സോണിലും യാത്ര ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനാൽ പ്രവാസികൾ ഈ അവസരം കൂടുതൽ പ്രയോജനപ്പെടുത്തുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.